എല്ലാവർക്കും നമസ്കാരം. ദ സ്കൂൾ ഓഫ് സക്സസ് ബൈ റോഷ്നി മേനോൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സാം ആണല്ലേ, എക്സാം കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ പേർക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു, കുറേ പേർക്ക് വരാൻ പോണു അല്ലേ. അപ്പോൾ ഈ എക്സാം സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ. എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കണം, എവിടെയും പഠിച്ചെത്തിയില്ല, അങ്ങനെ ഒരുപാട് ടെൻഷൻസ് നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു പ്രോപ്പർ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്ക് മേടിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഈ ഉദ്ദേശിക്കുന്ന മാർക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്ക് മേടിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയണം. അപ്പോൾ മാതാപിതാക്കളാണെങ്കിൽ ദയവായി ഇത് കാണുക. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് ഈ ടെക്നിക്സ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. വിദ്യാർത്ഥികളാണ് കാണണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാൽ മതി. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു ടെക്നിക്കിൻ്റെ പ്രത്യേകത. ടെക്നിക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു 3-4 സ്റ്റെപ്പാണുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഇൻറ്റൻഷൻ വയ്ക്കുക എന്നുള്ളതാണ്. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര മാർക്കാണ് എനിക്ക് വേണ്ടത്, എക്സാക്റ്റ് ആയിട്ടുള്ള മാർക്ക് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ 95.5% വേണോ, അല്ലെങ്കിൽ 90.2% വേണോ, അതല്ലെങ്കിൽ മാർക്ക് ബേസിൽ ഇപ്പോൾ 600 ഒരു 585 മാർക്സ് വേണോ, അങ്ങനെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്ക് എക്സാക്റ്റ് ആയിട്ട് ആ മാർക്ക് വയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, രാവിലെ നിങ്ങൾ എണീക്കുമല്ലോ, കിടക്കയിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ പറയുക, ഞാൻ എൻ്റെ എക്സാമിന് വേണ്ടി വളരെ ഫോക്കസായി, ഡിസിപ്ലിനായി, കോൺഫിഡൻ്റായി പ്രിപ്പയർ ചെയ്യുകയാണ് എന്നുള്ളൊരു അഫർമേഷൻ നിങ്ങൾ പറയുക. ഓക്കെ, ഐ എം പ്രിപ്പയറിങ് മൈ എക്സാം വിത്ത് ഫോക്കസ്, ഡിസിപ്ലിൻ ആൻഡ് കോൺഫിഡൻറ്റ്. ഞാൻ വളരെ ഫോക്കസായി, ഡിസിപ്ലിനായി, കോൺഫിഡൻറ്റോടുകൂടെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നുള്ള അഫർമേഷൻ പറയുക. ഐ ഗോട്ട് എത്ര മാർക്സ് ആണോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന മാർക്ക് ഉണ്ടായാലും, ഇപ്പോൾ 585 മാർക്സ് ഔട്ട് ഓഫ് 600 ഇൻ എന്താണ്, ഇപ്പോൾ 10th എക്സാം ആണോ, 12th എക്സാം ആണോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ്, നീറ്റ് എക്സാംസ് പോലത്തെയുള്ള എക്സാംസ് ആണോ, എന്ത് എക്സാം ആയാലും ആ പേര് പറയുക, ഇൻ 2026. ഓക്കെ, അപ്പോൾ എക്സാക്റ്റ് ഐ ഗോട്ട് ഇത്ര മാർക്സ്, എത്ര മാർക്കാണോ, ഓക്കെ, ഏത് എക്സാമാണ്, ഏത് കൊല്ലമാണ്, ഇൻ 2026. ഇത് മൂന്നും നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യുക. അത് പറയുക, ഐ ഗോട്ട് ഇത്ര മാർക്സ് ഇൻ, ഇപ്പോൾ നീറ്റ് എക്സാം ആണെങ്കിൽ നീറ്റ് എക്സാം ഇൻ 2026. ഓക്കെ, കാരണം എല്ലാ വർഷവും എക്സാംസ് വരും. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ എക്സാമിലാണ് നമുക്ക് ഇത്ര മാർക്ക് വേണ്ടത്. അത് എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇത് നമ്മൾ ചെയ്തു. ഓക്കെ, ഞാൻ പ്രിപ്പയർ ചെയ്യാമെന്നും പറഞ്ഞു, എനിക്കിത് കിട്ടിയെന്നും പറഞ്ഞു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരു ഹാർട്ട് ഓഫ് ദിസ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലൈസേഷനാണ്. ഒരു 5 മിനിറ്റ് ഒരു വിഷ്വലൈസേഷൻ ചെയ്യാം. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ സമാധാനമായിട്ട് ഇരിക്കുക. അതിനുശേഷം നമ്മൾ എന്താ പറയുക, ഒരു 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 വിഷ്വലൈസേഷൻ പ്രോസസ്സ് പറയാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ എക്സാം റിസൾട്ട്സ് വരുന്നൊരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നീറ്റ് എക്സാം ആണ്, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, അതിന് നമുക്കൊരു ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും അല്ലേ. ആ വെബ്സൈറ്റിലേക്ക് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ 10th എക്സാം ആണ്, 12th എക്സാം ആണ്, ഏത് എക്സാം ആയാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. ആ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒന്ന് മുമ്പിൽ കാണുക. അത് നിങ്ങൾ എടുക്കുന്നതായിട്ടൊന്ന് മുമ്പിൽ കാണുക, കമ്പ്യൂട്ടറിലോ ഫോണിലോ എവിടെയെങ്കിലും. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട്സ് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ച് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയി, അതിനുശേഷം നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ റോൾ നമ്പർ അടിച്ചു കൊടുക്കുമല്ലോ, നിങ്ങളുടെ ആ ഒരു നമ്പർ അടിച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ പേര് വന്നിട്ട് നിങ്ങൾ ആ ആഗ്രഹിച്ച മാർക്ക്, എക്സാക്റ്റ് ആയിട്ട് ആ മാർക്ക് അവിടെ കിടക്കണമായിട്ട് നിങ്ങൾ കാണുക. ഓക്കെ, പാസ്റ്റ് അല്ലെങ്കിൽ ക്ലിയർ ദ എക്സാം, എന്താണോ നിങ്ങളുടെ റിസൾട്ട്സ് നിങ്ങൾക്ക് അറിയാം എങ്ങനെയായിരിക്കും അത് വരിക എന്നുള്ളത്. പാസ്റ്റ് ഇത്ര മാർക്സോടുകൂടെ പാസ്സായി എന്നുള്ള ആ റിസൾട്ട് നിങ്ങൾ കാണുക. നിങ്ങളുടെ പേരും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറൊക്കെ ഒന്ന് കാണുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും മുഖത്തെ സന്തോഷം ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്കുണ്ടായിരിക്കും അല്ലേ, രക്ഷപ്പെട്ടു, ഞാൻ ആഗ്രഹിച്ച മാർക്ക് തന്നെ, ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട ആ മാർക്ക് തന്നെ എനിക്ക് കിട്ടി എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു റിലാക്സേഷൻ, ആ ഒരു സന്തോഷം എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലേ. ആ സാധനവും നിങ്ങൾ ഭംഗിയായിട്ടൊന്ന് ഫീൽ ചെയ്യുക. ഓക്കെ, വിഷ്വലൈസേഷൻ പ്രോസസ്സിൽ നമ്മൾ എന്തൊക്കെ ചെയ്ത്, ആദ്യം തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയി അവിടെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ, പേര്, നിങ്ങളുടെ എക്സാക്റ്റ് മാർക്ക് കിട്ടി, പാസ്റ്റ് കണ്ടു, അത് കണ്ടു. അതിന് ശേഷം അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം കണ്ടു, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അല്ലെങ്കിൽ എന്താ പറയുക, ടീച്ചേഴ്സിൻ്റെ എല്ലാവരും സന്തോഷം നിങ്ങൾക്ക് കാണാം. അതിലെല്ലാത്തിലും ഉപരി നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഫീലിംഗ്, നിങ്ങൾക്ക് കിട്ടുന്ന ആ റിലാക്സേഷൻ നിങ്ങൾ കാണുക. അതിനുശേഷം നിങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് ആ ഒരു ഫീൽ ചെയ്യുക, കുറച്ച് നേരം ആ ഒരു ഫീലിങ്ങിൽ ഇരിക്കുക. ഓക്കെ, അതിനുശേഷം പിന്നെ നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻറ്റൻഷൻ കൊടുത്തു, പിന്നെ വിഷ്വലൈസേഷൻ പ്രോസസ്സ് കൊടുത്തു. ഇതൊക്കെ നമ്മളെ ആക്ഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പഠിക്കുക. ഓക്കെ, പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫോണൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ അലാറം മീൻസ് ഒരു സെറ്റ് ചെയ്യണമെങ്കിൽ, ഒരു ടൈം സെറ്റ് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ അലാറം വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു ടൈമർ വെച്ചതിന് ശേഷം നിങ്ങൾ പഠിക്കുക.
ഓക്കെ. ആ ഒരു മണിക്കൂർ നിങ്ങൾ ഒരു ഡിസ്റ്റർബ് ഇല്ലാണ്ട്, അതായത് ഫോണൊക്കെ മാറ്റി വെച്ച് ഫുൾ കോൺസെൻട്രേഷനിൽ ഇരുന്ന് പഠിക്കുക. ഓക്കെ. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുക, ഞാൻ ഓരോ തവണ പഠിക്കും തോറും എൻ്റെ ഗോളിലേക്ക്, എൻ്റെ ഈ മാർക്ക് കിട്ടുന്ന ഗോളിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഈ ഒരു അഫർമേഷൻ നിങ്ങളെ പഠിക്കാൻ കൂടുതൽ സഹായിക്കും. ഓക്കെ. ഐ എം എ ബ്രില്യൻ സ്റ്റുഡൻറ് എന്ന് പറയാം, ഐ എം പ്രിപ്പയറിങ് വെരി പെർഫെക്റ്റ്ലി എന്ന് പറയാം. ഇതെല്ലാം നമുക്ക് ഐ ലവ് ടു സ്റ്റഡി, ഐ ലവ് ടു സ്റ്റഡി എന്ന് നിങ്ങളൊന്ന് ദിവസത്തിലൊക്കെ കുറേ തവണ പറയുക. ഐ ലവ് ടു സ്റ്റഡി, ഐ ലവ് ടു സ്റ്റഡി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ തന്നെ പഠിക്കണം എന്നുള്ളൊരു ഒരു എന്താ പറയുക, ഒരു ആഗ്രഹം വരും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻറ്റൻഷൻ വെച്ച് വിഷ്വലൈസേഷൻ മാത്രം ചെയ്താൽ കാര്യമില്ല. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞ സംഭവം തന്നെ എടുക്കണം. അപ്പോൾ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഐ ലവ് ടു സ്റ്റഡി, ഐ എം എ ബ്രില്യൻ സ്റ്റുഡൻറ്റ്. ഞാൻ ഓരോ തവണ പഠിക്കും തോറും എനിക്ക് എൻ്റെ ഒരു ഗോളിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അഫർമേഷൻസ് നമ്മൾ പറയണത്. ഓക്കെ. എന്നിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ. ആ ഒരു നിങ്ങളുടെ, കാരണം അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി പറയും, തോന്നും ഓക്കെ ഇവൻ വെറുതെ പറയണല്ല, വിഷ്വലൈസേഷനും ഇൻറ്റൻഷനും വയ്ക്കുന്നത് വെറുതെ അല്ല, അവൻ അതിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, അവൻ അതിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് എന്ന് യൂണിവേഴ്സിറ്റി തോന്നണം. എങ്കിലേ യൂണിവേഴ്സ് നമുക്ക് റിസൾട്ട്സ് തരുള്ളൂ. അല്ലാതെ വെറുതെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കില്ല. ഓക്കെ. അപ്പോൾ ആ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം രാത്രി നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പറയുക, ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ ഞാൻ എൻ്റെ ഇന്ന് ഞാൻ പൂർത്തിയാക്കേണ്ട ചാപ്റ്റേഴ്സൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു, എനിക്ക് ഇത്ര മാർക്സ് കിട്ടുന്നു, ആൻഡ് ഐ എം ഫീലിംഗ് സോ ഹാപ്പി, താങ്ക് യു എന്ന് പറഞ്ഞ് നിങ്ങൾ താങ്ക് യു പറഞ്ഞിട്ട് വേണം നിങ്ങൾ എവിടെ എന്താ പറയുക ഉറങ്ങാനായിട്ട് പോകാൻ. ഓക്കെ. അങ്ങനെ ഈ ഒരു 4 സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ നിങ്ങൾ ആഗ്രഹിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻറ്റൻഷൻ വെച്ചു, അതിന് ശേഷം നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്തു, തേർഡ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പഠിക്കാനിരുന്നു, ആക്ഷൻ എടുത്തു, അഫർമേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആക്ഷൻ എടുത്തു, ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ പഠിച്ചു. 4ാമത് നമ്മൾ കിടന്നുറങ്ങാൻ നേരത്തും നമ്മൾ താങ്ക് യു പറഞ്ഞു, എനിക്ക് ഇന്ന് പഠിക്കാൻ സാധിച്ചതിന് താങ്ക് യു പറഞ്ഞു, എനിക്ക് ഇത്ര മാർക്ക് കിട്ടുന്നതിൽ താങ്ക് യു പറഞ്ഞു. ഇങ്ങനെ കിടന്ന് നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എന്താ പറയുക എണീക്കുന്ന സമയത്തും രാത്രി കിടക്കുന്ന സമയത്തും നമ്മൾ ഈ ഒരു മാർക്സ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളൊരു ഇൻറ്റൻഷൻ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുകയാണല്ലേ. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിന് അതിന് എന്താ പറയുക ഭയങ്കര അത് ആ ഒരു കാര്യം ഏറ്റെടുക്കും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡ്രീം സത്യമാക്കാനായിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ കൂടെ നിൽക്കും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ ആഗ്രഹിച്ച മാർക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, എന്തായാലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്ക് കിട്ടുമെന്നുള്ളതിന് 100% ഉറപ്പാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്താ പറയുക ബെസ്റ്റ് വിഷസ്. എല്ലാവരും നല്ലപോലെ എക്സാംസ് എഴുതുക. എക്സാംസ് അല്ല ലൈഫിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയാൽ ഡോണ്ട് വറി. എന്താ പറയുക, ഇതോടുകൂടെ ലോകം അവസാനിക്കുക കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് ഇനിയും ആ കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്. നമ്മുടെ ലൈഫ് ഇനിയും മുമ്പിലേക്ക് കിടക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ. ഈ പോയിന്റ് ഞാൻ തീരുമാനിക്കുകയാണ്, എൻ്റെ ലൈഫ് എനിക്ക് മാറണം, ഞാൻ സക്സസ് ആവണം എന്ന് നമ്മൾ മൈൻഡിനോട് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നോ മാറ്റർ നിങ്ങളുടെ മാർക്ക് ഏറ്റവും ലോയിൽ കടന്നാൽ പോലും നിങ്ങൾ ഹൈ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ ആയിരിക്കാം, എന്ത് വേണമെങ്കിൽ ആയിരിക്കാം, നിങ്ങൾ സക്സസ് ആയിട്ടുള്ള ഒരു ആൾക്കാരായിട്ട് മാറും. സോ നിങ്ങളുടെ മൈൻഡിനെ കൈവിടാണ്ടിരിക്കുക. എന്ത് സിറ്റുവേഷൻ വന്നാലും മൈൻഡിനെ കൈവിടാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഇട്ടാൽ ദിസ് ഈസ് റോഷ്നി സൈനിങ് ഓഫ്.